ഇഷ്ക് ഹൃദയത്തിൽ നിറഞ്ഞ മനസ്സോടെ ബഹുമാനപ്പെട്ടവര് പള്ളിയിലങ്ങ് ഇരിക്കുകയാണ്. 3 ദിവസത്തിന് വീട്ടിലേക്ക് വരുന്നില്ല. മൂത്ത സഹോദരി ചെന്നിട്ട് പള്ളിയുടെ മുമ്പിൽ ചെന്നിട്ട്, അബൂബക്കറേ, നിനക്കൊരു കെട്ടിയോളില്ലേ, ഒരു ഭാര്യയില്ലേ, ഒരു ഉമ്മയില്ലേ, ഒരു കുടുംബമില്ലേ, ഈ പള്ളിയിലിരുത്തം കൊണ്ട് മാത്രമായോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന സഹോദരിയുടെ ഓർമ്മപ്പെടുത്തൽ കേട്ടപ്പോ സത്യമാണെന്ന് മനസ്സിലാക്കി സിഎം വലിയുല്ലാഹി പള്ളിയുടെ അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതാ ഒരാളെ വിളിച്ചിട്ട് പേനയും കടലാസും എടുക്കാൻ പറഞ്ഞിട്ട് പറയുന്നു, അബൂബക്കർ ഹാജിയുടെ മകൾ സൈനബയെ ഞാൻ 3 ത്വലാഖും ചൊല്ലിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വല്ലാത്ത ജാതി ഉത്തരവാദിത്തമായി പോയി. പെങ്ങൾ പോയിട്ട് ഇത് ആരോടാ പറയണമെന്നുള്ള ഇവരുടെ ഷർഫാക്കപ്പെട്ട ഒരു ഔലിയാണ്. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ ഫ്ലൈറ്റൊക്കെ നിയന്ത്രിക്കുന്ന, ട്രെയിനുകൾ പിടിച്ചു നിർത്തുന്ന, അതുപോലെ മക്കളുണ്ടാക്കി കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ പൊട്ടിപ്പും തൊങ്ങലും വെച്ചില്ലാ വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന അയാൾ വീട്ടുകാരുമായിട്ട് ബന്ധമില്ലാതെ പള്ളിയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പെങ്ങൾ പോയിട്ട് പറയാണ്, എൻ്റെ പൊന്നാര അബൂബക്കറേജ പെണ്ണിൻ്റെ അടുത്തേക്കൊന്ന് പോ എന്ന് പറഞ്ഞപ്പോൾ ഉത്തരവാദിത്തം, ആ പെങ്ങളുടെ സംസാരത്തിൽ നിന്നും ഉത്തരവാദിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിയ CM അബൂബക്കർ എന്താ ചെയ്യണത്? എഴുതി കൊടുക്കുകയാണ്, അബൂബക്കർ ഹാജിയുടെ മകളെ ഞാൻ ത്വലാക്കിയില്ലേ എന്ന്. വല്ലാത്ത ഉത്തരവാദിത്തമായി പോയില്ലേ? എന്താണ് മൂല്യക്കന്മാരെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്ത് മെസ്സേജാണ് ഇതിലൂടെയൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നത്? ഈ തരത്തിൽ ഹറാമായൊരു ത്വലാക്ക് അത് ഉത്തരവാദിത്തം അത്രേ. ബാക്കി കേൾക്കും. അവർക്ക് മറ്റൊന്നുമായി ബന്ധപ്പെടാൻ കഴിയാൻ പ്രയാസമാണ്. അല്ല, അങ്ങനെ അവർക്ക് മറ്റൊന്നുമായിട്ടും ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ അത് എന്തിൻ്റെ പേരിൽ വന്നാണ്? അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്തവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അതിൽ അമ്പിയാക്കൾ, അതിൽ ഉലുൽ അസ്മുകൾ അല്ലേ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. നിങ്ങൾ പറയണേ ഈ CMൻ്റെ കാര്യമൊന്നുമല്ല പറഞ്ഞത്. ഓക്കെ, അള്ളാഹുവുമായിട്ട് അടുത്തത് കാരണമായിക്കൊണ്ട് അവരൊക്കെ കുടുംബബന്ധം വിച്ഛേദിക്കുകയാണോ ചെയ്തത്? ഏത് പ്രവാചകനാണ് കുടുംബബന്ധം ഇല്ലാതെ ഇരുന്നിട്ടുള്ളത്? ഈസ ഇബ്നു മറിയം വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചൊന്നും നമ്മൾ പറഞ്ഞു പോകുന്നില്ല. എന്തായാലും 1,00,000 ചില്ലാനം ആളുകളിൽ ഈസ ഇബ്നു മറിയം മാത്രമാണല്ലോ വിവാഹം കഴിക്കാത്തത്. ഇനി കഴിക്കും എന്നുള്ള ഒരു കാര്യമൊക്കെ ഹദീസുകളിൽ പറഞ്ഞു കേട്ടതായിട്ട് അറിയാം. അള്ളാഹുവുമായിട്ട് ലയിക്കുന്നത് കാരണമായിക്കൊണ്ട് ഈ കുടുംബബന്ധം വിച്ഛേദിക്കുക, അതുപോലെ തന്നെ ശരീഅത്തില്ലാതെ നടക്കുക, അതുപോലെ മറ്റുള്ള തരത്തിലേക്ക് പിഴച്ചു പോകുക. അങ്ങനെ പിഴച്ചു പോയ ആളുകൾ ആരാള്? ഇനി മറ്റൊരു കാര്യം, ഇവിടെ പകര മുഹമ്മദ് ഹസനി പോരിശയായി പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഇത് ഹറാമാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവനാണ് അള്ളാഹുവിൻ്റെ വലിയ. ഇത് ഹറാമു തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഹറാമു മറ്റു പല ഹറാമുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ അവസാനത്തിൽ ചേർക്കാം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഈ വിഷയത്തിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കൂ. ഇനി അഥവാ തലാഖ് ചൊല്ലേണ്ടി വന്നാൽ തന്നെ ഇസ്ലാമിന്റെ നിയമം എന്താ? ഒരു തലാഖേ ചൊല്ലാവൂ. അപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം എന്താണോ അതാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത്. അപ്പോൾ CM ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്ത ഒരാളായിരുന്നു. മൂപ്പരാവില്ല അല്ലാത്ത യാതി പറയും. 2 ചൊല്ലരുത്, ഒന്നേ ചൊല്ലാവൂ. ഞാൻ തലാഖ് ചൊല്ലിയത് മാത്രം പറഞ്ഞാൽ ഒന്നേ പോവുള്ളൂ. ഞാൻ 1 2 പറഞ്ഞ ആവശ്യമില്ല. ഞാൻ തലാഖ് ചൊല്ലിയത് മാത്രം പറഞ്ഞാൽ ഒരു തലാഖേ ആവും. ഇനി പ്രിയമുള്ളവരെ, മറ്റൊരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. തൊലാക്ക് എന്ന് പറഞ്ഞാൽ ഈ പറച്ചിൽ മാത്രമല്ലല്ലേ. തൊലാക്ക് എന്ന് പറഞ്ഞാൽ അത് വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. തൊലാക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തൊലാക്ക് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക. ഒരു സ്ത്രീയും പുരുഷനും അവരുടെ ബന്ധുമിത്രാദികളും ഒക്കെ കൂടിയിട്ട് ഒരു വലിയ സിവിൽ കരാറാണല്ലോ വിവാഹം എന്നുള്ളത്. അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പരമാവധി സഹിച്ചു കൊണ്ടുപോവുക. പിന്നെ സഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ ആലോചിക്കാം എന്നുള്ളതാണ്. തൊലാഖിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ തൊലാഖ് അത്ര നിസ്സാരമായൊരു കാര്യമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. പറയൂ. ഇനി അത്യാവശ്യം വന്ന 3 തലാഖ് ചൊല്ലണം എന്ന് കിതാബിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. 3 തലാഖ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ചൊല്ലിയാൽ തലാഖ് 3 സംഭവിക്കുന്നേ കിതാബ് പറഞ്ഞുള്ളൂ. ചൊല്ലണം എന്ന് ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. ചൊല്ലരുത് എന്നല്ല കിതാബിലുള്ളൂ. അപ്പോൾ ചൊല്ലരുതെന്നാണ് കിതാബിലും പറഞ്ഞിട്ടുള്ളത്, എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ആ ചൊല്ലരുത് എന്ന് പറഞ്ഞ സാധനം ചെയ്തോനാ ഔലിയ. അത് എന്ത് ഔലിയാണ്? പറയും. 3 തലാഖ് ചൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം.
3 തൊലാഖും കൂടി ചെല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം എന്ന് ഇസ്ലാമിൻ്റെ നിയമമൊക്കെ അറിയുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നു. എന്തേ മുഹമ്മദ് പകരം അഹ്സനിക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? അതോ മുഹമ്മദ് അഹ്സനിക്കാണോ ഒന്നും അറിയാത്തത്, അതോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കാണോ? അഹ്സനി വിരുദ്ധവും സഖാഫി വിരുദ്ധവും കൂടി തമ്മിലുള്ളൊരു യുദ്ധമാണല്ലോ ഇവിടെ നടക്കുന്നത്. എന്തെങ്ങനെ സംഭവിച്ചത്? ഇതിലൊരാൾ നുണ അറിയണില്ലേ? കേൾക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനറിയോ? ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എല്ലാ പെണ്ണും കെട്ടുക, ഇതിന്റെ 3 തലാഖ് ഇങ്ങനെ ചൊല്ലിവിടലാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. അവരുടെ തെറ്റിദ്ധാരണ അവർ തിരുത്തേണ്ടതാണ്. അവരെ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താം. ഇപ്പം ഈ സംഭവം, ഈ തെറ്റിദ്ധാരണയൊന്നും അല്ലാതെ ഒരു ഖത്തീബായിട്ടൊക്കെ ബാക്കിയാത്തു സ്വാലിയാത്തിൽ നിന്ന് ബാക്കി വിരുദ്ധെടുത്ത് വന്ന ആളാണല്ലോ. എന്നിട്ട് ആളുകൾക്ക് ഇമാമുന്നീന്ന ആളാണല്ലോ. മൂപ്പര് ചെയ്തിട്ടുണ്ട്. അത് CM മടവൂർ തിരുത്താത്ത കാലത്തോളം നിങ്ങൾ CM മടവൂരിനെ താങ്ങിക്കൊണ്ട് നടക്കാൻ പാടുണ്ടോ പേരോടെ? അല്ലേ? അത് നിങ്ങൾ എന്തെങ്കിലും ആളുകളിൽ ഇത് ചോദിക്കാറുന്നത്? ഇതുപോലെയുള്ള ഇതൊക്കെ കള്ളക്കറാമത്തായിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കണം എന്നുള്ള മറ്റൊരു കാര്യം. ആ പേരോട് കുറച്ചൊക്കെ ബുദ്ധിയും ബോധത്തിലും സംസാരിക്കുന്ന ഒരു ഉസ്താദാണ് പേരോടെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് പകരുടെയും കൂടി നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇങ്ങോട്ട് ഐക്യപ്പെടുന്നില്ല. അതൊന്നും നിങ്ങൾ തീരുമാനമാക്കൊണ്ടു എന്നുള്ളത് പറയും. 3 തലാഖ് ചൊല്ലാൻ പാടില്ലെന്നാണ്. ചില ഇമാമിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ട്, ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട്. പാടില്ല എന്നുള്ളത് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു. അപ്പോൾ എന്താണ്? 3 തൊലാഖ് ഒരുമിച്ച് ചെല്ലൽ ചില ഇമാമിയങ്ങളെ ഹറാമാന്ന് പറഞ്ഞിട്ടുണ്ട്, ചില ഇമാമിയങ്ങളോ കറാഹത്തേന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്തെന്നെയാണെങ്കിലും വേണ്ടില്ല 3 തൊലാഖ് ഒപ്പം ചെല്ലൽ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ, ഇസ്ലാമിക ശരീഅത്തിൽ, നിയമത്തിൽ അങ്ങനെ സംഭവം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പം ഇനി എൻ്റെ സംശയം, ഈ ഹറാമ് ചെയ്ത അല്ലെങ്കിൽ കറാഹത്തോ ആവട്ടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത CM എങ്ങനെ ഔലിയായത്? അപ്പോൾ അറിയും മക്കളെ. കുറച്ചും കൂടി പറയട്ടെ. 3 തലാഖ് ചൊല്ലാൻ പാടില്ല. അപ്പൊ 3 തലാഖ് ഒരുമിച്ച് ചൊല്ലുക എന്ന് പറയുന്നത് ഇസ്ലാം കൽപ്പിച്ച കാര്യമല്ല, സുന്നത്താക്കിയ കാര്യമല്ല, അതുപോലെ തന്നെ ഇസ്ലാം വേണം എന്ന് പറഞ്ഞ കാര്യമല്ല. മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും ആരെങ്കിലും അതിനെ സംബന്ധിച്ച് പഠിക്കാത്തതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ അവര് തിരുത്തേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മുസ്ലിമീങ്ങൾ പലരും അങ്ങനെ ചൊല്ലുന്നില്ലേ? അത് ഞാൻ നേരത്തെ ചെല്ലുന്നില്ലേ? ചെല്ലിക്കണേ. CM മടവൂർ അങ്ങനെ ചെല്ലിക്കണു. അതെന്താ നിങ്ങൾ മുണുങ്ങിക്കളയുന്നത്? അതെന്താ പേരോടെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അറിഞ്ഞിട്ടില്ലേ? CM മടവൂര് ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിധി എന്താണ്? അതും കൂടി പേരോട് പറയാൻ ബാധ്യസ്ഥനാണ് അല്ലേ? പേരോട് പറയണമൊക്കെ കാര്യമാണ്, പക്ഷേ പേരോട് CMനെ താങ്ങുന്ന ആളും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നിയമം ദുരുപയോഗം ചെയ്യുക, അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് നിയമം ദുരുപയോഗം ചെയ്യാൻ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. അപ്പോൾ അവർക്ക് വിവരമില്ലാത്തത് കാരണം കൊണ്ട് അവർ ദീന് ദുരുപയോഗം ചെയ്യുകയാണ്, അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. അത്രേ ഉള്ളൂ നമ്മൾ പറഞ്ഞത്. CM മടവൂരിന് വിവരമില്ലാത്തതുകൊണ്ട് CM മടവൂർ മുത്തലാഖിയല്ലേ? ഒരു കാരണമില്ല. അതിന് മുത്തലാഖ് എന്നുള്ളത് കാരണമുണ്ടോ? കാരണം ഉണ്ടെങ്കിലുള്ള വിഷയമാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ ഒരു പെണ്ണിൻ്റെ ഭാവി, ഒരു പെണ്ണിൻ്റെ ജീവിതം, ഒരു വലിയ സിവിൽ കരാറ് നേരത്തെ നമ്മൾ പറഞ്ഞു. ആ സിവിൽ കരാറ് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആളറിഞ്ഞ് കഴിപ്പിച്ച ഒരു വിവാഹം. ആ വിവാഹം അത് പവിത്രമായിക്കൊണ്ട് കൊണ്ട് നടക്കേണ്ട, കുടുംബജീവിതം കൊണ്ട് നടക്കേണ്ട, അതും സാധാരണ എന്ന് പറഞ്ഞാൽ അസാധാരണക്കാരനൊന്നുമല്ല ഈ മൂല്യന്മാർ. കിതാബ് ഓതി പഠിച്ച ഒരു മൂല്യർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തേ മൂല്യകന്മാരെ നിങ്ങളത് ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യാറുന്നത്? എങ്ങനെ ഇയാൾ ഔലിയാകുക? ഇയാൾ ഔലിയല്ല. ഇനി നേരത്തെ നമ്മൾ ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണത്? സിഗരറ്റ് വലിച്ചിരുന്നു, മുറുക്കിയിരുന്നു. ഇനി സിഗരറ്റ് വലിക്കും മുറുക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, പുലിമൈദീൻ്റെ സിഗരറ്റ് മുറുക്കാനും മൂക്കളയും കഫവും അതുപോലെ ചുരുട്ടിൻ്റെ ആഷും ഒക്കെ പാടെ കലക്കിയിട്ട് കുടിച്ചിരുന്നു. ക്ലീൻ ഷേവ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണം ഉപയോഗിച്ചിരുന്നു. പൗഡർ കൂട്ടനായിട്ട് നടന്നിരുന്നു. മലച്ച് കെട്ടിയിട്ട് ഷർട്ടൊന്നും ഇടാണ്ട് കിടന്നിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഹോട്ടലിൽ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കാതെ നല്ലോണം മുണുങ്ങിയിട്ട് ഇറങ്ങിപ്പോയിരുന്നു. ഇതൊക്കെ ചെയ്തിരുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യനെയാണ് ഇവർ ഔലിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സഹോദരന്മാരെ, ഇതെങ്ങനെ ഔലിയാകുക? ഇതെന്ത് ഔലിയാണ്? നമ്മൾ പല തവണ ചോദിച്ചാണ്. ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, പ്രിയമുള്ളവരെ, അജ്മീർ, ഇവിടെ കേരളത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഈ അജ്മീർ, അതുപോലെ തന്നെ സൽവാർ, അതുപോലെ കാക്ക ഷെരീഫ്, അതുപോലെ നിസാമുദ്ദീൻ, ഇതുപോലെയുള്ള ഭാഗങ്ങളിലേക്ക്, അതുപോലെ ഈ ഏർവാടി, മുത്തുപ്പേട്ട പോലെയുള്ള അങ്ങനെ ദൂരെയുള്ള മക്കാമുകളിലേക്കൊക്കെ പോയിട്ട് അവിടെ നല്ല പണിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിലത്തെ ഖുറാഫികളുടെ പണമൊന്നും അവിടെ പോകരുത്, ഒക്കെ നമുക്ക് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ EK സംസ്ഥയുടെ കയ്യിലാണെന്ന് തോന്നുന്നുണ്ട് ഈ CM മടവൂരിൻ്റെ മക്കാമുള്ളത്. എന്നാൽ അതിൻ്റെ 4 സ്ഥാപനങ്ങളൊക്കെ AP സംസ്ഥക്കാരുടെ കയ്യിലുമാണ്. ഇതിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുവാൻ, പണം വസൂലാക്കുവാൻ, അതിൻ്റെ പേരിലുള്ള ആത്മീയ തട്ടിപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ CMനെ താങ്ങിക്കൊണ്ട് ഇവർ നടക്കുന്നത്. ആദ്യം മുഹീദ്ദീൻ ഷേഖായിരുന്നു, റിഫായി ഷേഖ് മുഹീദ്ദീൻ ഷേഖായിരുന്നു.
അതിൻ്റെ ഇടയ്ക്ക് ഒച്ചിറമസ്ഥാനം ഉണ്ടാക്കാൻ നോക്കി. ഒച്ചിറപ്പാപ്പ അതെന്താണെന്നുള്ളത് വിശദീകരിക്കപ്പെട്ടപ്പോൾ അതുമൊന്ന് വിട്ടിട്ടുണ്ട്. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ CM നിന്നും വിടേണ്ടി വരും. CM ഹയാത്ത് കാലത്ത് ഒരു സാധാരണ പച്ച മനുഷ്യനായി പാവം മനുഷ്യനായിട്ട് ജീവിച്ചതാണ്. മരണത്തിന് തൊട്ട് മുമ്പ് അയാൾക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ മാനസിക ബുദ്ധിമുട്ടിൽ അത് ഒരു ഫനയാണ്, ഫനാവുൽ ഫനയാണെന്നും പറഞ്ഞുകൊണ്ട് മജ്ദൂബായ ഷെയ്ഖാണ്, പിരാന്തന്മാരിലെ ബുദ്ധിമാനാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞൊപ്പിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല. ആള് വിവരക്കേടുകൾ ചെയ്തിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആ അവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ തലയെക്കെട്ടും കെട്ടി നടക്കുന്ന തലയെക്കെട്ടന്മാർ ഓല് ഇത് ചിന്തിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാവം ജനങ്ങളെ അവരുടെ കയ്യിലുള്ളത് അത് വസൂലാക്കുവാൻ വേണ്ടിയിട്ട് ഈ തരത്തിൽ ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ട് നടക്കൽ നിർത്തണം. CM അത് മരിച്ചു പോയി. പിന്നെ ഔലിയ ആരൗലിയ അല്ല എന്നൊക്കെ അള്ളാഹ് തീരുമാനിക്കും. ഔലിയ ആയിരുന്നോ, അദ്ദേഹം രക്ഷപ്പെട്ടു, ഔലിയ ആണോ അല്ലേ എന്നുള്ളതല്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ, ഷിർക്ക് എന്ന് പറയുന്ന കൊടിയ പാതകമുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കി അവനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക. നാളെ അള്ളാഹുവിൻ്റെ പരമോന്നത കോടതിയിൽ നിൽക്കുമ്പോൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കുവാൻ വേണ്ടി ആണ് എന്നുള്ളതാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോൻ്റെ പിന്നോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.